നെൽകാർഷിക മേഖല വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭരണം സങ്കീർണമായൊരു പ്രക്രിയയാണ്. അത് അങ്ങ് തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. ഈ സങ്കീർണമായ പ്രക്രിയ ഇപ്പോഴും ആ സങ്കീർണതയിൽ തന്നെ മുമ്പോട്ട് പോവുകയും പല പാടശേഖരങ്ങളിലും കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലെടുക്കാതെ കിടക്കുന്ന സന്ദർഭങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. സാർ, ഇപ്പൊ ഈ കർഷകര് അവര് കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ അവര് ബാങ്ക് ലോൺ എടുത്തും കടം വാങ്ങിച്ചും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് ഈ കർഷകര് കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ആ ഇറങ്ങുന്ന കർഷകര് അവരുടെ നെല്ല് പാടശേഖരങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച ഇന്നും കാണുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വലിയൊരു പ്രതിഷേധം ഉയരും അക്കാര്യത്തില്. സാറേ, കർഷകന്റെ കണ്ണുനീര് ഇന്നും പാടശേഖരങ്ങളിൽ വീഴുന്നു എന്ന വസ്തുത ഗവൺമെന്റ് മനസ്സിലാക്കണം. സാറേ, ഇതിപ്പോ ഒരു പ്രാവശ്യം കുട്ടനാട്ടിലാണെങ്കിൽ നെല്ല് സംഭരണത്തിന്റെ പാളിച്ച അടുത്ത പ്രാവശ്യം ഒരു പക്ഷേ പാലക്കാടായിരിക്കാം, തൃശ്ശൂരായിരിക്കാം, പത്തനംതിട്ടയിലായിരിക്കാം. പല സ്ഥലങ്ങളിലും പലതരത്തിൽ ഈ വിഷയം ഇപ്പോഴും ഒരു തുടർക്കഥയായി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച കോട്ടയത്തെ ജെ ബ്ലോക്കിലെ 9,000 പാടശേഖരം, ആ പാടശേഖരത്തിലെ നെല്ല് കഴിഞ്ഞ ദിവസം മുതൽ എടുത്തു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറയുമ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുകളിലായി ആ നെല്ലവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്ക് മുകളിലായി 17 ദിവസത്തോളം അവിടെ നെല്ല് കൂട്ടിയിട്ട സന്ദർഭമുണ്ടായി. സാറ്, ഈ ഒരു വിഷയം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം ആ സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ കർഷകരുമായിട്ട് സംസാരിച്ച് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ശക്തമായ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ ചർച്ച നടത്തി 2% കിഴിവ് ഈ പാടശേഖരത്തിലെ കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇന്നലെ മുതൽ സംഭരണം ആരംഭിച്ചിരിക്കുന്നത്. സാർ, അത് തന്നെയാണ് ഞങ്ങളോട് ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ തൊട്ടടുത്ത ഒരു പാടശേഖരത്ത് ഇതേ രീതിയിൽ കൃഷി നടന്ന സന്ദർഭത്തിൽ അവിടെയുള്ള നെല്ലിന് കിഴിവില്ലാതെ എടുക്കുകയും ഈ പാടശേഖരത്തിൽ കിഴിവ് അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ് കർഷകരുടെ ആക്ഷേപം. സാറേ, കിഴിവ് തന്നെ കൊടുക്കണമെന്ന നിലയിലുള്ള ഒരു നിർബന്ധ ബുദ്ധി മില്ലുകാർ പിടിക്കേണ്ട കാര്യമില്ല. സാർ, ഇവിടെ ഈ പാടശേഖരത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിന് കിഴിവ് കൊടുക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച കർഷകർക്ക് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ 2 ആഴ്ചയ്ക്ക് മുകളിലോളം ഇത് കെട്ടിക്കിടക്കുകയും വേനൽ മഴ അടക്കമുള്ള പ്രതിസന്ധി വരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും കർഷകർ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലായി. ആ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതവിടെ കൊടുക്കേണ്ടതായിട്ട് ഈ കിഴിവ് സഹിതം സഹിച്ച് കൊടുക്കേണ്ട സാഹചര്യം കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. സാർ, ഈ പാടശേഖരത്തെ സംബന്ധിച്ച് ഇതിന്റെ നെല്ല് സംഭരണം വൈകിപ്പിച്ചു എന്ന ആക്ഷേപം അവിടെ നിലനിൽക്കുകയാണ്. അതിനെ സംബന്ധിച്ച് കൃഷി വകുപ്പ് അടക്കം ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ഞാൻ ഈ സഭയിൽ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. സാറ്, ഈ നെല്ലുൽപാദനത്തിന്റെ പൊതു ചിത്രം എന്താണ് സാർ? ഗവൺമെന്റ് തന്നെ കണക്ക് മുമ്പോട്ട് വെച്ചു കഴിഞ്ഞാൽ നെല്ലുൽപാദനം കേരളത്തിൽ കുറയുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. 2020-21 201 ഹെക്ടർ വിസ്തൃതിയിൽ നെൽകൃഷി ചെയ്തിരുന്നുവെങ്കിൽ 2023-24 ആയപ്പോൾ അത് 178 ഹെക്ടറായി കുറഞ്ഞു എന്നുള്ളതാണ്. അവിടെ തന്നെ സ്വാഭാവികമായിട്ട് ഉൽപാദനവും കുറയും. 626 മെട്രിക് ടണ്ണിൽ നിന്ന് 530 മെട്രിക് ടണ്ണായി നെല്ലിന്റെ ഉൽപാദനം കുറഞ്ഞിരിക്കുന്നു സ്റ്റേറ്റില്. സാറ്, ഇത് കഴിഞ്ഞ ഒരു 20 വർഷത്തെ കാലയളവ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഉൽപാദനത്തിലും ഭൂവിസ്തൃതിയിലും കൃഷി ചെയ്യുന്ന വിസ്തൃതിയിലും ഗണ്യമായ കുറവ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സാറ്, അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഗവൺമെന്റ് മുമ്പോട്ട് വെക്കുന്ന പ്രഖ്യാപനങ്ങളും പദ്ധതികളും കർഷകർക്ക് ഗുണകരമാവുന്നില്ല എന്നുള്ളതാണല്ലോ. കർഷകർ ഈ മേഖലയിൽ നിന്ന് സ്വയം പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിന് തന്നെ കണക്കുകൾ ഉദ്ധരിച്ച് പറയുമ്പോൾ ആ വസ്തുത ഇവിടെ വീണ്ടും ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. സാർ, ഇവിടെ ഗവൺമെന്റിന്റെ സമീപനം എവിടെയാണ് സാർ? ഈ സർക്കാർ ചെയ്യേണ്ട എന്താണ്? ഈ പാവപ്പെട്ട കർഷകരെ സംബന്ധിച്ച് അവർക്ക് നൽകുന്ന സംസ്ഥാന വിഹിതം അത് വർദ്ധിപ്പിക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റ് തയ്യാറാവുന്നില്ല? സാറ്, ഗവൺമെന്റ് അത് കൃത്യമായി കുറച്ചുകൊണ്ടുവരുന്ന സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സാറ്, ഇവിടെ സംസ്ഥാന നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 2022-23 കേന്ദ്ര വിഹിതം 20 രൂപയാണ് 1 കിലോയ്ക്ക് നിശ്ചയിച്ചിരുന്നത്. സംസ്ഥാന വിഹിതം 7.8 രൂപ. സാറ്, ഈ 2022-2023 എത്തിയപ്പോൾ കേന്ദ്രം 20 നിന്ന് 21 വർദ്ധിപ്പിച്ചു. പക്ഷെ സംസ്ഥാന വിഹിതം 7 രൂപയിൽ നിന്ന് 6 രൂപയായി കുറച്ചു എന്നുള്ളതാണ് സാർ. ഇതാണോ സാർ നിങ്ങൾക്ക് കർഷകരോടുള്ള നിലപാട്? അവിടെയും തീർന്നില്ല. 2024-25 ആയപ്പോൾ ഇത് 5.2 6 രൂപയിൽ നിന്ന് 5.2 രൂപയായി കുറച്ചു നടപ്പ് സാമ്പത്തിക വർഷം. സാർ, UDF ഗവൺമെന്റ് സമയത്ത് 2016 ഈ സംസ്ഥാന വിഹിതം 7.8 ആയിരുന്നു. ആ 7.8 ആണ് 2024-25 ആയപ്പോൾ 5.2 ഇന്നിവിടെ കുറഞ്ഞു നിൽക്കുന്നത്.
സാർ നിങ്ങൾ ഇത് വർദ്ധിപ്പിക്കേണ്ട, ഇത് നിലനിർത്തിയിരുന്നെങ്കിൽ ഈ കർഷകർക്ക് 30 രൂപയെങ്കിലും സ്വാഭാവികമായിട്ടും ഈ കർഷകർക്ക് 1 കിലോയ്ക്ക് ലഭിക്കില്ലേ സാർ? നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ട. ഇത് കുറയ്ക്കാതിരുന്നെങ്കിൽ 30 രൂപയെങ്കിലും 1 കിലോയ്ക്ക് ഈ കർഷകർക്ക് ലഭിക്കുമായിരുന്നു. സാർ, ഹാൻഡിലിംഗ് ചാർജ് ഈ 12 പൈസ എന്നുള്ളത് നെല്ല് സംഭരണം ആരംഭിച്ച കാലം മുതൽ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇത് ആരംഭിച്ചതാണ്. അന്നു മുതൽ ഇന്ന് വരെ ആ ഹാൻഡ്ലിംഗ് ചാർജിൽ വർധന ഉണ്ടായിട്ടില്ല. ഹാൻഡ്ലിംഗ് ചാർജ് അതേ നിലയിൽ കിടക്കുന്ന സാഹചര്യം വരുന്നു. സാറ്, ഒപ്പം തന്നെ ഇപ്പൊ കുട്ടനാട് അടക്കമുള്ള ചില പ്രദേശങ്ങൾ വള്ളത്തിൽ ഈ നെല്ല് കൊടുക്കേണ്ടി വരുമ്പോൾ 325 രൂപ അധിക ചെലവ് കർഷകരെ സംബന്ധിച്ചുണ്ടാവുന്നു എന്നുള്ളതാണ്. സാർ, ഇത് നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉൽപാദന ചെലവ് എത്രമാത്രം വർദ്ധിച്ചു ഞാനിവിടെ പറയേണ്ട ആവശ്യമുണ്ട്. എത്രമാത്രം വർദ്ധിപ്പിച്ചു പലതരത്തിൽ. അതിന്റെ കൂലി വർധനവുണ്ടായത്, മെഷീനറിയുടെ ചാർജ് വർധനവുണ്ടായത്, വളത്തിന്റെ വില വർധനവ് 5% വരെ ഓരോ സീസണിലും രാസവളങ്ങളുടെ വില വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഒപ്പം തന്നെ വളത്തിന് ലഭ്യതയില്ലാതെ പോകുന്നത്, പ്രകൃതിക്ഷോഭങ്ങൾ, മഴയും കാറ്റും അടക്കമുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കർഷകർ നേരിടുകയാണ്. വന്യമൃഗശല്യം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇത്തരത്തിലുള്ള വിപരീതമായ സാഹചര്യങ്ങളോട് പടവെട്ടി കൃഷിയിറക്കുന്ന കർഷകരുടെ നെല്ല് സംഭരിക്കുന്നതിന് 2-3 മാസം, 2-3 ആഴ്ച, 1 മാസമൊക്കെ പിന്നിടുമ്പോൾ സംഭരണത്തിന് തുക കൊടുക്കാൻ മന്ത്രി തന്നെ പറഞ്ഞതനുസരിച്ച് 2 മാസത്തിന് മുകളിൽ സംഭരണ വില കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്താൻ കാലതാമസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കർഷകനെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രയാസം എത്രമാത്രം വലുതാണ് സാർ? ഈ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ റൈസ് ബൗള് വിവിധ കൃഷിഭവനുകൾ വിജിലൻസ് നടത്തി. കൃഷിമന്ത്രിയുടെ തന്നെ റിപ്പോർട്ടുണ്ടല്ലോ. ഓപ്പറേഷൻ റൈസ് ബൗളുമായി ബന്ധപ്പെട്ട് ഈ സംഭരണ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള ക്രമക്കേടുകളാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാര്, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥര്, അസിസ്റ്റന്റുമാർ അടക്കമുള്ള ഒരു നെക്സസ് ഉണ്ടായിക്കൊണ്ട് വലിയ രീതിയിലുള്ള ക്രമക്കേട് വരുന്നു എന്ന ആക്ഷേപം ഈ ഓപ്പറേഷൻ റൈസ് ബൗൾ അനുസരിച്ച് വന്നിരിക്കും. അതിനനുസൃതമായി കൃഷി വകുപ്പ് ഇപ്പോൾ ഒരു ഡയറക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. സാർ, ഈ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തെറ്റിന്റെ പ്രയാസവും ബുദ്ധിമുട്ടും കർഷകരുടെ ചുമലിലേക്ക് വെച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ഇറക്കുന്ന സർക്കുലറിൽ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. സാർ, ഇത് സുതാര്യമായ നിലയിൽ ഇവിടെ നെല്ല് സംഭരണം നടത്തുവാനുള്ള നടപടി ഉണ്ടാകണം. സപ്ലൈകോയുടെ ഒരു ഉത്തരവാദിത്തമില്ലേ സാർ ഇക്കാര്യത്തില്? സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ സംബന്ധിച്ച് ഞാൻ തന്നെ ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യത്തിന് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ എന്ത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം നൽകിയ മറുപടിയുള്ള ഒന്ന്, സംഭരണ കേന്ദ്രത്തിന്റെ കുറവ് സപ്ലൈകോയെ സംബന്ധിച്ചുണ്ട്. രണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം യഥാസമയം ലഭ്യമാവാത്തത് വലിയ പ്രതിസന്ധി നെല്ല് സംഭരണത്തിന് ഉണ്ടാവുന്നു എന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ഈ സഭയിൽ നൽകിയ മറുപടിയിൽ കാണാൻ കഴിയുന്നു. അവിടെ 2135 കോടിയോളം രൂപ 2 സർക്കാരുകളും കൂടി ചേർന്ന് ഈ സപ്ലൈകോയ്ക്ക് നൽകാനുണ്ട് എന്നതാണ്. സാർ, ഈ നെല്ല് സപ്ലൈകോ സംഭരിക്കുന്നത് ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെന്റ് ആണ്. അപ്പോൾ ഈ സംഭരിക്കുന്ന തുക, അതിന്റെ ആ തുക കൃത്യമായി ആ കോർപ്പറേഷൻ നൽകാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനില്ലേ സാർ? സാർ, ഇപ്പൊ മാവേലി സ്റ്റോറുകളിലെ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന്, സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല തീരുമാനമെടുത്തു ഗവൺമെന്റ്. അത് ഗവൺമെന്റ് പോളിസി ആയിരുന്നുവെങ്കിൽ ആ പോളിസി നടപ്പാക്കിയ ഏജൻസിക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ ഗവൺമെന്റ് ഉത്തരവാദിത്തമില്ലേ? അപ്പോൾ ഈ ഗവൺമെന്റിന്റെ സാമ്പത്തിക അരാജകത്വം പൊതുവിതരണ മേഖലയും ഒപ്പം തന്നെ നെല്ല് സംഭരണം അടക്കമുള്ള മേഖലകളെയും സാരമായ നിലയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഈ തുക യഥാസമയം കൊടുക്കാതെ വരുമ്പോൾ കർഷകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സ്വാഭാവികമായിട്ടുണ്ടാവും. അടുത്തത് ഓഡിറ്റ് റിപ്പോർട്ട്. ഇതൊരു വികേന്ദ്രീകൃത നെല്ല് സംഭരണമാണല്ലോ സാറോട് നടക്കുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ കേന്ദ്രത്തിന് നൽകിയ ഓഡിറ്റ് റിപ്പോർട്ട് സാർ മനസ്സിലാക്കണം, 2017-18 സീസണിലെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഏറ്റവും അവസാനം കൊടുത്തത്. ആൻജി കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടുകൾ കൃത്യമായി കേന്ദ്രത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. സാർ, ഈ ഓഡിറ്റ് റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും ഇത് കാരണം വൈകിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നത് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിലയിലുള്ള ഇടപെടൽ ഗവൺമെന്റ് ഭാഗത്തുണ്ടാവണം. ഒപ്പം തന്നെ ഇവിടെ PRSുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സാർ, ഇപ്പോൾ ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഗ്രാമീൺ ബാങ്ക് അടക്കമുള്ള വിവിധ ബാങ്കുകൾ ഈ PRS വായ്പകൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചില സിബിൽ സ്കോറുകളുടെ പ്രശ്നവും ഗവൺമെന്റ് ശ്രദ്ധയിലുള്ള വിഷയമാണ്. സാർ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അടിയന്തരമായ നടപടികൾ ഉണ്ടാവണം, ഇടപെടലുണ്ടാവണം. ഒപ്പം തന്നെ മില്ലുകളുടെ അലോട്ട്മെന്റിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഓൺലൈൻ അലോട്ട്മെന്റ് ആണ് മില്ലുകൾക്ക് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകൾക്ക് ലഭിച്ചിരിക്കുന്ന മില്ലുകളുടെ അലോട്ട്മെന്റ് പാലക്കാടുള്ള മില്ലുകൾക്കാണ് അലോട്ട്മെന്റ് കൊടുത്തത്. സാർ, തൊട്ടടുത്തിരിക്കുന്ന മില്ലുകൾ പോലും ഏറ്റെടുക്കാൻ പലപ്പോഴും കാലതാമസം ഉണ്ടാവുമ്പോൾ
ഈ ദൂരെയുള്ള മില്ലുകൾ പലപ്പോഴും വരാൻ പോലും വിമുക്തത കാണിക്കും. അവർ ടണ്ണേജ് ആയി കഴിഞ്ഞാൽ വന്ന് നെല്ല് സംഭരിക്കാൻ അവർ തയ്യാറാവുകയുള്ളൂ. അപ്പോൾ ഈ കർഷകർ തൊട്ടടുത്ത മില്ലാണെങ്കിൽ, ഞാൻ അവിടെ സംസാരിച്ചപ്പോൾ കർഷകരോട് പറഞ്ഞു, തൊട്ടടുത്ത മില്ലാണ്, ഞങ്ങൾ തന്നെ വാഹനത്തിൽ കയറ്റി നെല്ല് അവിടെ കൊണ്ടുപോയി കൊടുക്കും. യഥാർത്ഥത്തിൽ ഈ മില്ലുകാർ അവിടെ വന്ന് ഫീൽഡിൽ വന്ന് പ്രൊക്യൂർ ചെയ്യണം. അതാണ് ഈ സ്കീം പ്രകാരമുള്ളത്. പക്ഷേ കർഷകന്റെ നിസ്സഹായാവസ്ഥയിൽ ആ കർഷകൻ എന്താ ചെയ്യുന്നത്? ഈ നെല്ല് സ്വന്തം ചെലവിൽ, ഒരുപക്ഷെ പാടശേഖര സമിതികളുടെ ചെലവിൽ ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. എന്നാൽ പാലക്കാട് അവിടെ കൊണ്ട് കൊടുക്കാൻ കഴിയുകയില്ല. അപ്പൊ പ്രായോഗികമായൊരു മാറ്റം ഇക്കാര്യത്തിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമല്ലേ സാർ? പ്രായോഗിക മാറ്റം കൊണ്ടുവരണം. ഏത് മില്ലായിക്കോട്ടെ, നിങ്ങളുടെ അലോട്ട്മെന്റ്, നിങ്ങളുടെ സിസ്റ്റത്തിൽ മാറ്റം വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുന്ന അലോട്ട് ചെയ്തിരിക്കുന്ന മില്ലുകൾ യഥാസമയം കൃത്യമായി നെല്ല് സംഭരിച്ച് എത്തിക്കുവാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നുള്ളതാണ് സാർ. ഇപ്പൊ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സംഭരണത്തിന്റെ പാളിച്ച ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് ഇന്നലെ കോട്ടയത്ത് ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായി കോട്ടയത്ത് ഈ ജെ ബ്ലോക്കിൽ നിലനിൽക്കുന്ന വിഷയം ചൂണ്ടിക്കാട്ടുന്നത്. അതിപ്പോഴും നിലനിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികളുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. PRSുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, മില്ല് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പലതരത്തിൽ കർഷകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഇതുമൂലം ഇന്ന് ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നു, ഗവൺമെന്റ് പ്രയോറിറ്റി എവിടെയാണ് എന്നുള്ളതാണ്. ഗവൺമെന്റ് പ്രയോറിറ്റി കർഷകരോടൊപ്പം ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാർഷിക മേഖലയിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്.